അതിന് പ്രധാന കാരണമായിട്ട് വരുന്നത് അതിൻ്റെ പ്രദേശത്തുള്ള ജലം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ തകർത്തിട്ടുണ്ട്. 1945 നടന്ന ആക്രമണത്തിൽ ഇപ്പോഴും അതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാവം ജനങ്ങളാണ് അവിടുത്തെ. അപ്പോൾ ഇത് ശരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മളത് അതിനെ ഉപയോഗിക്കാനും ബാക്കിയുള്ളതൊക്കെ. പക്ഷെ അതേ സമയത്ത് അത്ര കണ്ട് പ്രശ്നമല്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന റീസൈക്കിൾ ചെയ്യാവുന്ന മെറ്റീരിയൽസ് നമ്മളതിലുണ്ട്. ഇപ്പം കേരളത്തിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശരിക്കും പറഞ്ഞാൽ മെച്ചമായിട്ട് വന്നത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ട് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. അത് റീസൈക്കിൾ ചെയ്യാവുന്ന ഒരു സാധനമായിരുന്നു ഹൈഡ്രോ ഇലക്ട്രിക്. അതെ, അതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എനർജിയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. പക്ഷെ അത് കടക്കുമ്പോഴും അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ആർത്തി പാടില്ല. ആർത്തി ഒരിക്കലും ഒരിക്കലും സമാധാനം തരില്ല. പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എത്ര കണ്ട് ബെനിഫിഷ്യലായിട്ട് ആളുകൾക്ക് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത്. അതായത് സോഷ്യലി എത്രത്തോളം സസ്റ്റൈനബിൾ ആവും. അതെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ തുടങ്ങി വെച്ച സാധനമാണ് ഇടുക്കി പ്രോജക്റ്റ്. 6 ജനറേറ്റർ 120 മെഗാവാട്ട്സിൻ്റെ വെച്ചിട്ട് അങ്ങനെ 720 മെഗാവാട്ട് ഉൽപ്പാദനം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ സാധനമാണ്. പക്ഷെ അത് തുടങ്ങിയിട്ട് ഇതുവരെ ഫുള്ളിൽ 6 3 ഒഴിച്ച് പ്രവർത്തിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും 3 ഇതായിരിക്കും. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 പ്രവർത്തിക്കാനുള്ള വെള്ളം അവിടെ എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. ചുരുക്കം ചില സമയത്ത് മഴക്കാലത്ത് എവിടെയെങ്കിലുമൊക്കെ എത്തുന്നുണ്ടാവാം, പക്ഷേ അതിനപ്പുറം അവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണമായിട്ട് വരുന്നത് അതിൻ്റെ പ്രദേശത്തുള്ള ജലം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ തകർത്തിട്ടുണ്ട് ഈ ഇതിനു വേണ്ടി. അപ്പം അവിടെയും ഞാൻ പറയുന്നത് സഹ്യാദ്രിയുടെ ഉള്ള മലകളും അതിൽ നിന്നുള്ള വെള്ളം റീചാർജിങ് പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ട ചുമതല നമുക്കുണ്ട്. അത് ചെയ്യാതെ മരം മുഴുവൻ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് റീസൈക്കിളബിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.